ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സഫാരി മീറ്റപ്പിൻ്റെ വീഡിയോ ആണ്. അതായത് ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ദീപുവേട്ടനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനൊരു എക്സ്പ്ലനേഷനൊന്നും കൊടുക്കാൻ എനിക്കന്ന് സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു മീറ്റപ്പ് കഴിഞ്ഞിരുന്നു വേറെ 2 വണ്ടികളായിട്ട്. ആ വീഡിയോ ഇതിന് ശേഷം പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ദീപേട്ടനായിട്ടുള്ള മീറ്റപ്പ് കഴിഞ്ഞത് ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 8-ാം തീയതി ജനുവരി. അന്ന് ഞാൻ വിചാരിച്ച സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല, ആകെ ലേറ്റായി. അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഈ വീഡിയോ എടുത്തത്. സോറി ഫോർ ദാറ്റ്. അത് നിങ്ങൾ ക്ഷമിക്കണം, കാരണം എനിക്ക് പകലുള്ളൊരു ലുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാൽ ലക്കിടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നൊരു ടൗണാണിത്. ഇത് വൈത്തിരി എന്ന് പറയും. അപ്പോൾ അവിടെ ദീപേട്ടൻ്റെ പാർട്ട്ണർഷിപ്പുള്ളൊരു ഹോട്ടലുണ്ട്. അത് 4 സ്റ്റാർ റേറ്റിംഗുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റേയിങ് ഒക്കെ വേണമെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അവിടെ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്തത്. പുള്ളി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് വയനാട്ടിലേക്ക് പോകാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റ്യാടി വഴി തൊട്ടിൽപ്പാലം വഴി പക്രംതളം ചുരം കയറിയിട്ടാണ് എനിക്ക് എളുപ്പം. പക്ഷെ എനിക്ക് പക്ഷേങ്കിൽ ആ ചുരം കയറി കഴിഞ്ഞിട്ട് പിന്നീട് ഈ വൈത്തിരി എത്താൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. ഏകദേശം 50 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് ലേറ്റായി പോയി. എന്തായാലും ആ മീറ്റപ്പ് നല്ലൊരു അനുഭവമായിരുന്നു. ദീപേട്ടൻ്റെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അതായത് ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ വണ്ടീൻ്റെ ഫോട്ടോസ് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യും, ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കുകയായിരുന്നു എൻ്റെ ഫോണിൽ. നല്ലൊരു ആർട്ടിക് സിൽവർ കളറുള്ള ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് സ്റ്റാൻഡേർഡ് മോഡിഫൈഡ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അത് ജസ്റ്റ് നല്ലൊരു ബ്രാൻഡഡ് അലോയ്സ്, പിന്നെ അത്യാവശ്യം വണ്ടിയായിട്ട് നല്ല മാച്ചായിട്ട് നിൽക്കുന്ന ഈ റബ്ബർ ടൈപ്പ് അല്ലെങ്കിൽ ഫൈബർ PU ടൈപ്പ് ബുൾ ബാർ, അതുപോലെ തന്നെ 2 നല്ലൊരു ഫോഗ് ലൈറ്റ്, പിന്നെ ഫെൻഡർ മിറർ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്സസറിയാണ്. അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഇതൊക്കെ ചാർജ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നല്ല ഫൈനൊക്കെ കിട്ടും. പക്ഷെ എന്തായാലും വണ്ടി നല്ല ലുക്കാണ് ഇത് കാണാൻ. പഴയ വണ്ടിയില്ല, നമ്മൾ എന്താ പറയുക, ഈ വണ്ടീനോടുള്ള ഒരു ഇഷ്ടമാണല്ലോ ഇതെല്ലാം. അപ്പോൾ എന്തായാലും വണ്ടി എൻ്റെ വണ്ടീനേക്കാളും ഭയങ്കര ലുക്കാണ് കാണാൻ. മാഷാഅല്ലാ, വണ്ടി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ നമുക്ക്. അതുപോലെ തന്നെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഒക്കെ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അതിൻ്റെ സീറ്റിംഗ് ഒക്കെ എന്ന് വെച്ചാൽ സൈലോ അല്ലെങ്കിൽ ഇന്നോവേൻ്റെ ആണെന്ന് തോന്നുന്നു. സീറ്റിൻ്റെ കുഷ്യനും കാര്യങ്ങളൊക്കെ മാറ്റി തയ്പ്പിച്ച് നല്ല സ്റ്റിച്ച് ചെയ്തെടുത്ത് ലക്ഷറി ഫീലാണ് വണ്ടിക്ക്. ഏകദേശം 20,000 എങ്ങാൻ വർക്കാണ്. അപ്പോൾ അതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഞാൻ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ ഒരു പകലായിട്ടുള്ളൊരു മീറ്റപ്പിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ദീപേട്ടനോട് ചോദിച്ചു നോക്കാം. പിന്നെ പറയാൻ മറന്നു ഈ വണ്ടീൻ്റെ മോഡലും കാര്യങ്ങളെല്ലാം. വണ്ടി 2007 മോഡലാണ്, 3 ലിറ്റർ എഞ്ചിൻ വണ്ടി. പിന്നെ ഇത് LX വേരിയൻ്റ് ആണ്. അതുകൊണ്ട് ഫീച്ചേഴ്സിനെ കൊണ്ടുള്ള ഒരു ടെൻഷനൊന്നുമില്ല. സെൻസർ കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇതിൽ ഇരിക്കാനുള്ളൊരു കംഫർട്ട് ഭയങ്കര ഫീലാണ്. ഒന്നാമത് ആ സീറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ്, പിന്നെ വണ്ടീൻ്റെ ഉള്ളിലത്തെ ആ ഒരു റണ്ണിങ് നോയ്സ് കുറവാണ്, റോഡ് നോയ്സ് കുറവാണ്, എൻജിൻ നോയ്സ് വളരെ കുറവാണെന്ന് വേണം പറയാം. എൻ്റെ വണ്ടീനെ അപേക്ഷിച്ച് നോക്കും. എൻ്റെ വണ്ടീൻ്റെ 2.2 ലിറ്റർ എഞ്ചിനാണല്ലോ, ഇതാണെങ്കിൽ 3 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ 3 ലിറ്ററിൻ്റെ എഞ്ചിൻ സൗണ്ട് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് 2.8. പക്ഷേ നേരെ തിരിച്ചാണ് ദീപേട്ടൻ എൻ്റെ വണ്ടി ഓടിച്ചപ്പോൾ പറഞ്ഞത്. എൻ്റെ വണ്ടിയിൽ എഞ്ചിൻ നോയ്സ് കുറവാണെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, നമുക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടീൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ നോയ്സ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്തു. ഒരുപക്ഷെ നല്ല റോട്ടിലായതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ മീറ്റപ്പിന് പോയത് ഒറ്റക്കായിരുന്നില്ല, എൻ്റെ വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദീപേട്ടൻ്റെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫാമിലി മീറ്റപ്പൊക്കെ പോലെയായി. അപ്പോൾ വീണ്ടും പറയട്ടത് നല്ലൊരു അനുഭവമായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മീറ്റപ്പായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഓടിച്ച് നോക്കി 2 പേരും. കുറച്ച് ലോങ് ഓടിച്ചു. അതിനൊക്കെ ശേഷം പിന്നെ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ പിരിയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അന്നത്തെ എൻ്റെ എല്ലാ പ്ലാനിങ്ങും പാളിയൊരു ട്രിപ്പായിരുന്നു. അതായത് ഞാൻ ദീപേട്ടൻ്റെ അടുത്ത് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ തിരിച്ചു പോകാൻ നിന്നായിരുന്നു. ഞാൻ ഈ ട്രിപ്പിനിടയ്ക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ആകെ സമയം ലേറ്റായി പോയി. കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിലേ ആയത് കാരണം ഇനിയിപ്പോൾ നൈറ്റ് വീഡിയോ എടുക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെയും ദീപേട്ടൻ പറഞ്ഞു എന്തായാലും വന്നതല്ല, വന്നിട്ട് കണ്ടിട്ടൊക്കെ പോടുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പോയി മീറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ നടക്കുമോ, എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും എല്ലാ മീറ്റപ്പും നടക്കണമെന്നില്ല.
പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ എന്താ പറയുക, വണ്ടി ഭ്രാന്തും ജോലിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ മീറ്റാണ്. ഇതിൽ മുന്നേ ഞങ്ങൾ ഒരിക്കലും മീറ്റപ്പ് നടത്തിയിരുന്നു, അതും ഇതുപോലെ തന്നെ നൈറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പകൽ ഇതുവരെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് വേറൊരു അവസരത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മൂപ്പര, വരുമോ നോക്കാം. അപ്പം ഞാൻ വീഡിയോ ഇടാൻ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ മീറ്റപ്പിൻ്റെ വിശേഷം. ഈ മീറ്റപ്പിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വന്നിരുന്നു. അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ടിപ്പ് കൂടിയായിട്ട് അവതരിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ മറ്റൊരു അവസരത്തിൽ പോസ്റ്റ് ചെയ്യാം. അത് വേറെ തന്നെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുള്ളിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് പുള്ളിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വണ്ടിനെക്കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പുള്ളി പറഞ്ഞു തരും, 3 ലിറ്റർ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. പക്ഷേ പുള്ളി ബിസിയാകുന്ന സമയത്ത് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാണ്ടെന്നാൽ മതി, അല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് സഫാരി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് വാ. ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നില്ല, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളെ പേര്, സ്ഥലം, സഫാരി ഉണ്ടെങ്കിൽ സഫാരിൻ്റെ ഇയർ അല്ലെങ്കിൽ സഫാരിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്ക് അയച്ചു തന്നാൽ അത് സേവ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി, എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. ഞാൻ ഇത്രയൊന്നും ഈ ചാനലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഇന്നലെ മറ്റൊരു മീറ്റപ്പ് നടത്തിയിരുന്നു വേറെ 2 വണ്ടികളായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ വൈകാതെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ട്ടാ.